ശ്രീ എം.എസ്. വേണുഗോപാൽ, ഇപ്പോൾ രാജ്യമെങ്ങും കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. 2 കോടിയിലേക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ അംഗങ്ങളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു അവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ ഈ വളർച്ചയും? ഇത് യുവജനത ഇവിടെ മാത്രമല്ല, മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും അസ്വസ്ഥരാണ്. അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ട്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം പൂവണിയാത്തപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് നിരാശ വരാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. ഇത് ഇന്നത്തെ ജെൻസി അല്ല, നമ്മുടെ കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു. നമ്മുടെ കാലത്തും നമ്മുടെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം പറയാം. എനിക്കിപ്പോൾ 64 വയസ്സ് കഴിഞ്ഞു, 65ലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ തന്നെയാണ്. നമുക്ക് സുരക്ഷിതമായ ഒരു ജീവിതം, സൗകര്യം എന്നൊക്കെ വലിയ മോഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് കണ്ടിരുന്നത് ജർമ്മനിയിൽ നിന്ന് ഇതുപോലത്തെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു. ലോകത്ത് അതാദ്യമായിട്ട് റഷ്യയിൽ നടപ്പിലാക്കി. അവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ ഭക്ഷണം, എല്ലാവർക്കും സൗജന്യ പാർപ്പിടം, എല്ലാവിധ സുഖ സൗകര്യങ്ങളും. നിങ്ങളുടെ ഏക ജോലി നിങ്ങൾ ഒന്നുകിൽ പഠിക്കുക, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടും. പിന്നെ ഒരു കല്യാണം കഴിക്കുക, കുട്ടികളെ സൃഷ്ടിക്കുക, കുട്ടികളെ സർക്കാരിന് കൊടുക്കുക, സർക്കാർ വളർത്തിക്കോളും. പിന്നെയും കുട്ടികളെ സൃഷ്ടിക്കുക, അതും സർക്കാരിന് കൊടുക്കുക, സർക്കാർ വളർത്തിക്കോളും. ആ പാർട്ടിയുടെ പേരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് നമ്മൾ ലോകം മുഴുവൻ പടർന്നു, ഒരിടത്ത് മാത്രമല്ല. അത് റഷ്യയിൽ വന്നു, പിന്നെ ചൈനയിൽ വന്നു, പിന്നെ യുഗോസ്ലാവിയ, ചെക്കോസ്ലോവാക്യ, ഹംഗറി അങ്ങ് പോയി ഏതാണ്ട് ലോകത്തിൻ്റെ മുഴുവൻ എത്തുമെന്നുള്ള പ്രതീക്ഷ വരെ വളർത്തിയതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് ഗ്ലാസ്നോസ്കും പെരിസ്കോയ്ക്കൊക്കെ വന്ന് പിന്നെ ഒന്നൊന്നായിട്ട് താഴെ വീഴാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് കഥ മനസ്സിലായത്, ചുളുവിൽ കാര്യങ്ങളൊന്നും പറ്റില്ല. സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് പറ്റും. 100% ലോക ക്ലാസിക്കായിട്ടുള്ള സൗജന്യ വിദ്യാഭ്യാസം, ലോക ക്ലാസിക്കായ ആരോഗ്യ സംരക്ഷണം, നമുക്ക് നല്ല 1-ാം തരം പാർപ്പിടം, ഇങ്ങനെ തുടങ്ങി രാജ്യത്തിൻ്റെ മോസ്റ്റ് മോഡേൺ ഡെവലപ്മെൻറ്റ്, ഏറ്റവും ഉത്തമമായ യൂണിവേഴ്സിറ്റികൾ എല്ലാ ജില്ലകളിലും, ഇങ്ങനെയൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ കഴിയും. ഇത് പണ്ട് ഇപ്പം പിന്നെ നമ്മുടെ തുടങ്ങിയിരിക്കുന്ന ആൾ അനുജിത് ദീപ്ക ആണെങ്കിൽ അന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ ആളിൻ്റെ പേരാണ് നമ്മുടെ ദാസ് ക്യാപിറ്റൽ എഴുതിയ നമ്മുടെ ദാസ് ക്യാപിറ്റലിൻ്റെ സൃഷ്ടാവ് കാറൽ മാർക്സിൻ്റെ അതേ സിദ്ധാന്തം ലോകം മുഴുവൻ നടപ്പിലാക്കി. ആ സിദ്ധാന്ത പ്രകാരം ലോകത്തെ മിക്ക രാജ്യങ്ങളും, ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്തിനാണ് സോഷ്യലിസം ഇവിടെ ഭരണഘടനയിൽ കയറ്റിയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇവിടെ ഖരീബി ഘടാവോ എന്ന് പറയുന്ന കാര്യം പല പ്രാവശ്യം നടത്തിയിട്ടും നടന്നില്ല. അപ്പോൾ ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായി മാറുമോ എന്ന് അവർക്ക് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ സോഷ്യലിസം എന്നുള്ളൊരു വാചകം ഭരണഘടനയിൽ എഴുതി ചേർത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് പലയിടത്തും പലവിധ മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. കുട്ടികൾ ഇതിലൊക്കെ ആകർഷകരാകും. കാരണം അവർക്ക് ആ കാലഘട്ടം അങ്ങനെയാണ്. അവരുടെ ഒരു 30 വയസ്സ് വരെ വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കരമായ പ്രതീക്ഷകളും, എന്നാൽ അതെല്ലാം പൂവണിയിക്കാൻ കഴിയാത്ത അക്കൗണ്ട് പൂട്ടിച്ചതിനെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്നുള്ളതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ, അല്ലേ? സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ. അതുകൊണ്ടാണല്ലോ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചത്. പക്ഷേ ഇൻസ്റ്റയിൽ വലിയ വളർച്ചയാണ്. സ്വാഭാവികമായിട്ടും ഇൻസ്റ്റയിലേക്കും കേന്ദ്ര ഏജൻസികളുടെ പിടി വന്നേക്കും. കേന്ദ്ര മന്ത്രാലയങ്ങൾ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ആണ്. അപ്പോൾ അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെയൊരു നിരാശയിൽ നിന്ന് ഉടലെടുത്ത, അല്ലെങ്കിൽ ഈ അതിൽ തന്നെ പറയുന്നുണ്ട് മടിയുള്ളവരുടെ കൂടി പാർട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പുതിയ ലോകം എന്ന സ്വപ്നത്തിൽ, ഇല്ലേ, രാജ്യത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി സ്വപ്നം കണ്ടുകൊണ്ട് ഇത്തരമൊരു പാർട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂപീകരിക്കുന്നു. അതിന് കുറേ ലക്ഷ്യങ്ങൾ വരുന്നു, അവരുടെ ആവശ്യങ്ങൾ വരുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള വലിയൊരു ആവശ്യം കൂടിയുണ്ട് നീറ്റ് ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇതിനെ നേരിടുന്നതിന് വേണ്ടി ഇവരുടെ അക്കൗണ്ട് തന്നെ പൂട്ടിക്കുന്നു എന്ന രീതിയിലുള്ള കേന്ദ്രത്തിന്റെ ഇടപെടൽ, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഏത് സാധനം പെട്ടെന്ന് നമ്മൾ നിരോധിക്കാൻ പോയാലും അതിനകത്ത് അതിനേക്കാൾ ശക്തിയിൽ ഉയർന്നു വരാനായിട്ടുള്ള ഒരു ട്രെൻഡ് വരിക സ്വാഭാവികമാണ്. അത് ഇന്ന് മുതലല്ല, പണ്ട് കാലം മുതലേ ഉള്ള ഒരു രീതിയാണ്. നമ്മൾ ഏതിനെയും പെട്ടെന്ന് നിരോധിക്കുന്നതിന് പകരം അതിലെ അപാകതകൾ എന്താണ്, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി കൊടുത്തിട്ട് അതിലെ അംഗങ്ങൾക്ക് തന്നെ കുറേ കൂടെ ബോധ്യമാക്കി കൊടുത്തിട്ട് ഈ പറയുന്ന സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ അതോ വെറും സ്വപ്നങ്ങളാണോ? ഇതിപ്പോൾ ഇന്ത്യ ഒരു സ്വർഗമാക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ്. ആർക്കും സ്വർഗമാക്കാനാണോന്ന് ആഗ്രഹിക്കാം. പക്ഷേ സ്വർഗമാക്കണമെങ്കിൽ നമ്മൾ ലേസി ആയിരുന്നാൽ പോരല്ലോ. നമ്മൾ ഒരുപാട് അധ്വാനം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഇന്ത്യയെ സ്വർഗമാക്കാൻ കഴിയുള്ളൂ.
അപ്പോൾ ഗാന്ധിജി പണ്ട് മുതലേ പറയുന്നതാണ്, ഗാന്ധിജിക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത പറയുന്നത് അറിയാമോ? കണ്ടന്റ് ഈസ് എ ഫയർ, സോഷ്യൽ മീഡിയ ഈസ് ലൈക്ക് ഗ്യാസ് ലൈൻ എന്നാണ്. ആ കറക്റ്റ് കണ്ടന്റ് ഈ ഗ്യാസ് ലൈനിൽ ഇട്ട് കൊടുത്താൽ കത്തി പടരും. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം കറക്റ്റ് കണ്ടന്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വലിയൊരു നിരാശയിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന് മൊത്തം കറക്റ്റായിട്ടുള്ള കണ്ടന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫയർ ചെയ്ത് കയറാനുള്ള ഒരു പൈപ്പ് ലൈനാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിലൂടെ ശക്തമായിട്ടിത് കയറാൻ സാധ്യതയുണ്ട്. ആ ശക്തമായ കയറ്റത്തിൽ പലവിധ പ്രശ്നങ്ങളുണ്ടാകും. അതിലൊന്നാണ് ഈ രാജ്യസുരക്ഷ പറയുന്നത്. കാരണം എല്ലാ കുട്ടികളും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നടപ്പിലാക്കണമെന്നൊരു ധാരണ വന്നാൽ, നമുക്ക് അങ്ങനെ ഒരു ധാരണ ആർക്കും കൊടുക്കാൻ പാടില്ല. ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ ഏതാനും എൻ്റെ കൂടെ ചേർന്നാൽ ഞാൻ ഈ ഇന്ത്യയെ സ്വർഗമാക്കും എന്ന് പറഞ്ഞാൽ അതിൽ ഒരു തട്ടിപ്പുണ്ട്. നമ്മൾ ഒരുപാട് തട്ടിപ്പുകൾ ലോകത്ത് കാണുന്നതാണല്ലോ. എല്ലാം ഈ വാണിജ്യവൽക്കരിക്കുന്ന കാലത്ത് ഇപ്പോൾ പൊളിറ്റിക്സ് വാണിജ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാണിജ്യവൽക്കരണത്തിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രങ്ങളും, ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രക്രിയകളാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അവസാനം ഒരു കെയോസിൽ ചെന്നെത്തുമോ എന്ന് ഭയപ്പെടുന്ന സാഹചര്യത്തിലാണ് രാജ്യസുരക്ഷയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വ്യാകുലപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ ആരൊക്കെയാണോ ഇതിൽ അംഗങ്ങൾ, അവരെയാണ് ഇത് കൂടുതൽ അവെയർ ആക്കേണ്ടത്. നമ്മൾ ചെന്നുപെടുന്നത് എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പൊളിറ്റിക്കൽ കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് ശ്രീ സൂരജ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.